ഇന്ന് കൊടൈക്കനാലിൽ നമ്മുടെ ഫസ്റ്റ് ദിവസമാണ്. രാവിലെ തന്നെ നമ്മൾ ടൗൺ എത്തുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തി. ഹോട്ടൽ കണ്ടിട്ട് നിർത്തിയതല്ല, അവിടെ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ബ്ലോക്കിൽ കിടന്നപ്പോൾ കണ്ടു. അങ്ങനെ പാർക്കിംഗ് കിട്ടി നമ്മൾ പതുക്കെ അകത്തോട്ട് കയറി. നല്ല അടിപൊളി ഇലയൊക്കെ അവർ ഇട്ട് തന്നു. നമ്മളിങ്ങനെ ഫുഡിന് വേണ്ടി ഇരിക്കുക. നമ്മളെല്ലാം പൂരിയാണ് ഓർഡർ കൊടുത്തത്. പൂരി കുറുമക്കറിയാണ്. സ്നേഹയ്ക്ക് മാത്രം സ്പെഷ്യലാണ് മസാല ദോശ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് കൊടൈക്കനാൽ ലേക്ക്. അതാണ് ആദ്യം കാണാൻ തീരുമാനിച്ചത്. പക്ഷേ അങ്ങോട്ട് പോയ വഴി നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക്. ഇപ്പോൾ വെക്കേഷൻ ആയ കാരണം നല്ല അടിപൊളി തിരക്കാണ്. അതിനകത്ത് ലേക്കിൻ്റെ സൈഡിൽ പാർക്കിംഗ് ഉണ്ട്. അവിടെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടുന്ന് ഞാൻ വണ്ടി പാർക്ക് ചെയ്ത സമയത്ത് ബാക്കി എല്ലാവരും ഇറങ്ങി ലേക്കിനെ അങ്ങോട്ട് പതുക്കെ നടന്നു പാസ് എടുക്കുന്ന അങ്ങോട്ട്. ഞാൻ പെട്ടെന്ന് പാസ് എടുക്കുന്ന അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് അവിടെയാണേലും ഭയങ്കര തിരക്ക്. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞു ലേക്കിന് കുറച്ച് നടന്നിട്ടൊക്കെ പതുക്കെ തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഈ ഒരു നടപ്പുണ്ടല്ലോ, ഈ ഒരു നടപ്പ് അന്നത്തെ ദിവസം മൊത്തം ഞങ്ങളെ തീർത്തു. പകുതി വരെ നടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ അവിടെ കുറച്ച് നേരമൊക്കെ ഒരു പകുതി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ റെസ്റ്റ് എടുത്ത് വീണ്ടും ചുറ്റിനും നടന്നു. പിന്നെ പൊന്നുവിനെയൊക്കെ ഞാൻ തോളത്തൊക്കെ കയറ്റി വെച്ച് നടന്നു. അതൊക്കെ ഒരു ഒന്നൊന്നര നടത്തമാണ്. അങ്ങനെ നടന്ന് പിന്നെ ഇച്ചിരി തണുപ്പൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കട കണ്ടു. അവിടെ നിന്ന് കോട്ടൊക്കെ വാങ്ങാൻ വേണ്ടി വിലയൊക്കെ പേശി 400 രൂപയുടെ കോട്ട് 200 രൂപയ്ക്കൊക്കെ നമ്മൾ എടുത്തു. നമ്മൾ കേരളത്തിൽ നിന്ന് പോകുന്നതല്ലേ, അപ്പോൾ പിന്നെ വില പേശാണ്ടിരിക്കുമോ. അങ്ങനെ വിലയൊക്കെ പേശി പിന്നെ വിശപ്പ് സഹിക്കാൻ പറ്റത്തില്ല വന്നപ്പോഴത്തേനും പിന്നെ ബിരിയാണി കിട്ടുന്ന ഒരു കട തപ്പിപ്പോയി. പിന്നെ അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടി കടയിൽ കയറി ബിരിയാണിയൊക്കെ കഴിച്ചു. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നേരെ പോകുന്നത് കോക്കേഴ്സ് ഫോക്കിലേക്കാണ്. അവിടെ എത്താനും നല്ല പാട് കിട്ടും. കാരണം ഒരു അരമണിക്കൂറോളം ബ്ലോക്കിൽ കിടന്നു ആ ഒരു റൂട്ടിലോട്ടും കയറാനായിട്ട്. എല്ലാം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ്, പക്ഷേ വണ്ടിയായിട്ട് പോകുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. കാരണം വെക്കേഷൻ ആയ കാരണം നല്ല തിരക്കാണ്. അവിടെ എൻട്രി പാസ്സൊക്കെ ഉണ്ട്. എൻട്രി പാസ് 10 രൂപ. എൻട്രി പാസ്സൊക്കെ എടുത്ത് അകത്ത് കയറി കഴിയുമ്പോൾ നല്ല തിരക്കുണ്ട്. പിന്നെ നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസം ഇവിടെ കൊണ്ട് അവസാനിച്ചു.